What a match! What a match! ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ച് ഒന്നും പറയാനില്ല. വാങ്കട മാത്രമല്ല, ലോകം മുഴുവൻ വിരൽ തുമ്പിൽ നിന്നു 19ാമത്തെ ഓവർ വരെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ സഞ്ജു സാംസൻ്റെ നോക്കോ ഒന്നുമല്ല ഞാൻ പറയാൻ പോണേ. അക്ഷയ് പട്ടേൽ 3 ക്യാച്ച്, 2 ക്യാച്ച് എടുത്തു, 3ാമത്തെ ക്യാച്ചിനെ കളമൊരുക്കി. ബ്രില്യൻറ്റ്. അതാണ് ടേണിംഗ് പോയിൻ്റ്. ആൻഡ് 18th and 19th over, ട്രിമൻഡസ്. ബുംറ ആൻഡ് ഹാർദിക് പാണ്ഡ്യ. ഇൻ അതർ സൈഡ് നമുക്ക് നോക്കിയാൽ ഒരു ചെക്കൻ പയ്യൻ ജേക്കബ് ബദേൽ, എല്ലാവരെയും വിഷമിപ്പിച്ച് കളച്ചവൻ. ഇന്ത്യക്കാരെ മുഴുവൻ അവൻ കണ്ണീര് കുടിപ്പിച്ചേനെ. പക്ഷെ പാവം പരാജയപ്പെട്ടുപോയി. സെഞ്ചുറി അടിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അവന് നിങ്ങൾ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കണം, ഇന്ത്യക്കാർക്ക് കൊടുക്കരുത്. ആ പയ്യനാണ് മാൻ ഓഫ് ദ മാച്ച്. അവൻ ഇംഗ്ലണ്ടിൻ്റെ പൊന്നോമന പുത്രൻ. അവൻ്റെ ടെസ്റ്റിലെ ഒരു 100 ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അതിനുശേഷം 2020 ദിസ് ഡേ എങ്ങനെ പറയണമെന്നറിയില്ല. എന്താ മാച്ച്! കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും ഹൈ വോൾട്ടേജ് മാച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഫുള്ളിരുന്ന് സൂപ്പർ. ഇന്ത്യക്ക് ക്രെഡിറ്റ് കൂടുതൽ ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഇംഗ്ലണ്ടിന് ഇതിനകത്ത് ക്രെഡിറ്റ് മുഴുവൻ. അവർ ഫൈറ്റ് ബാക്ക് ചെയ്താണ്. 254 ആണ് ഇന്ത്യ പുട്ടപ്പ് ചെയ്ത ടാർഗറ്റ്. സോ അവർ 7 റൺസ് പിറകിൽ അത് ചെയ്സ് നിർത്തി. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് എവർ ഐ ഹാവ് സീൻ. ബെസ്റ്റ് ഇൻ 2020 വേൾഡ് ക്രിക്കറ്റ്. സൂപ്പർ. ഇംഗ്ലണ്ടിന് കൺഗ്രാജുലേഷൻ. ഇംഗ്ലണ്ട് ജയിച്ചില്ലെങ്കിലും അവർ ജയിച്ചതിന് തുല്യമാണ്. ഇന്ത്യക്ക് ആശംസകൾ, അവർ ജയിച്ചതുകൊണ്ട്. ഇനി അടുത്തത് ഒരു കടമ്പ. സഞ്ജു സാംസനെ 89 റൺസിന്ന് ഒരു ലൈഫ് കിട്ടി. അത്